സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. ഇങ്ങനെ തുടങ്ങണമെന്നായിരുന്നു എനിക്കൊരാഗ്രഹം, ബട്ട് അതിനിയിപ്പം ഇന്ന് എന്തായാലും ഇതുവരെ പറ്റിയിട്ടില്ല. സോ മേ ബി ചിലപ്പോൾ വൈകിട്ടത്തേക്ക് ചിലപ്പോൾ ശരിയാകുമായിരിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ നാളെ ആയിരിക്കും, ഇല്ലെങ്കിൽ അറിഞ്ഞുകൂടാ ഇനി എപ്പോഴാണെന്നുള്ളത്. സോ കറുപ്പ് മൂവി ഇഷ്യൂ എന്തായാലും നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഡ്യൂ ടു അൺഅവോയ്ഡബിൾ റീസൺ 9 AM ഷോ ക്യാൻസൽ ആയിട്ടുണ്ട്. 9 AM മാത്രമൊന്നുമല്ല, അത് കഴിഞ്ഞിട്ടുള്ള ഉച്ചക്കത്തെ ഷോസും ക്യാൻസലായി എന്നാണ് കേൾക്കുന്നത്. സോ രാവിലെ കാണാൻ പോയായിരുന്നു, FDFS കാണാൻ പോയി. അവിടെ 2 മണിക്കൂർ വെറുതെ അവിടെ കാത്തുകെട്ടി നിന്ന് ഒരു കാര്യമില്ല. കുറേ വെയിലും കൊണ്ട് കുറേ മഴയും നനഞ്ഞു, അല്ലാണ്ട് ദർ ഈസ് നത്തിങ്. ഇടയിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നേരത്തെ തീർക്കേണ്ട കാര്യങ്ങളല്ലേ. എന്തോരോ ആൾക്കാരുടെ സമയം അല്ലെന്നുണ്ടെങ്കിൽ എന്തോരം ആ ഒരു മൊമെൻ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അത് വെറുതെ സ്പോയിലാക്കി കളഞ്ഞെന്ന് പറയുമ്പോൾ ആ ഒരു ഫസ്റ്റ് ഷോ കാണുമ്പോൾ ഉള്ള ആ ഒരു ഇറങ്ങും, ശരിയാണ്, ഇറങ്ങുമ്പം ഇനിയിപ്പോൾ ഇറങ്ങിയാലും അത് കമ്പവും കിട്ടും. പക്ഷേ നമ്മൾ ഇത്രയും കാത്ത് നിന്ന് അല്ലെങ്കിൽ ഇത്രയും വെയിറ്റ് നിന്ന് ടിക്കറ്റ് വരെ എടുത്ത് ആൾക്കാർ കാണാൻ വന്നിട്ട് അത് കാണാതെ വരിക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് ആ ഒരു ബുദ്ധിമുട്ട്. ഈ ഫിനാൻഷ്യൽ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഇത് റിലീസിനൊക്കെ മുന്നേ അല്ലെങ്കിൽ ടിക്കറ്റൊക്കെ ബുക്ക് തുടങ്ങുന്നതിന് മുന്നേ ഒക്കെ ഇതൊക്കെ സോൾവ് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. അത് ഇപ്പോഴാണോ ഇതൊക്കെ സോൾവ്, അല്ലെങ്കിൽ ഇപ്പോഴാണോ അതിൻ്റെ ഇഷ്യൂസൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത്. സോ ഫണ്ട് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ എല്ലാം ഒത്തുതീർപ്പാക്കിയിട്ടും ലൈസൻസ് കിട്ടിയില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തോ അറിഞ്ഞില്ല, എല്ലാം ചെറിയ റൂമേഴ്സും കാര്യങ്ങളുമാണ്. ഫണ്ട് ഇഷ്യൂസ് ഇനി സോൾവ് ആയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒഫീഷ്യലി നമുക്കറിയത്തില്ല. ഇതൊക്കെ ജസ്റ്റ് റൂമേഴ്സും കാര്യങ്ങളും മാത്രമാണ് കൊടുത്ത് തീർത്തെന്ന് അറിഞ്ഞതും. ഇതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം ഓൺ പ്രോസസ്സിങ്ങിലാണെന്നുള്ളതൊക്കെ അറിഞ്ഞത് റൂമേഴ്സ് ആയിരിക്കും. ബട്ട് എന്തായാലും ഷോ നടന്നില്ല. രാവിലെ 9 മണിക്കുള്ളതും ഉച്ചക്കത്തെ ഷോസും ക്യാൻസലായി എന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി വൈകിട്ട് ഷോ ഉണ്ടോ ഇല്ലയോ എന്നും അറിയത്തില്ല. ഇനി നാളെയാണോ ഷോ ഉള്ളത് എന്നുള്ളതും അറിയത്തില്ല. നോർത്തിൽ എവിടെയോ ഷോ സ്റ്റാർട്ട് ചെയ്തിരുന്നു എന്നും കേൾക്കുന്നുണ്ട്. പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യിച്ചു എന്നും കേൾക്കുന്നുണ്ട്. അത് ഫസ്റ്റ് ഹാഫ് വരെ നടന്നു, ദെൻ അത് കഴിഞ്ഞിട്ടുള്ളത് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത് എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും കേരളത്തിലും തമിഴ്നാട്ടിലും ഷോ ഇതുവരെ നടന്നിട്ടില്ല, ഷോ സ്റ്റാർട്ടായിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാവിലെ 9 മണിക്കത്തെ ഷോ ക്യാൻസലായിട്ടുണ്ട്, ഉച്ചക്കത്തെ ഷോ ക്യാൻസലായിട്ടുണ്ട്, വൈകിട്ടത്തേത് ഇതുവരെ കൺഫേം ആക്കിയിട്ടില്ല. ബട്ട് എന്നാലും ടിക്കറ്റ് സെയിലൊക്കെ എല്ലായിടം നടന്നിട്ടുണ്ട്. കഴിഞ്ഞൊരു വീഡിയോ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് നല്ല 2 പടം എന്ന് പറയുന്നത് സൂര്യപെട്ടറും JBയുമാണ്. അത് ആക്ച്വലി ഈ പറഞ്ഞതുപോലെ OTT റിലീസ് ആയതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇനിയിപ്പം ഇത് കുറച്ചെങ്കിലുമൊക്കെ പ്രതീക്ഷയുള്ളൊരു പടമാണ്. സോ അതിന് ഇങ്ങനെ ഇപ്പം തന്നെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഈ പടത്തിൻ്റെ പുറകെ അവർ 32 മാസം, അതായത് 2.5 വർഷത്തോളമാണ് അവർ ഈ ഒരു പടത്തിൻ്റെ പുറകെ നടന്നത്. ലാസ്റ്റ് ഇതിൻ്റെ റിലീസ് ഡേയുടെ അന്ന് തന്നെ ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളും വന്നു. ഇനിയിപ്പം ഈ ഇഷ്യൂസൊക്കെ ഇനി സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഇനി ഇന്ന് റിലീസ് ഉണ്ടോ, അതായത് മെയ് 14 ഇനി ഈവനിങ് ആകണം ഇത് റിലീസ് ആകുന്നില്ലയോ, അതിന് നാളെ മെയ് 15 ആകുമോ, അതോ ഇനി എന്നത്തേക്കാണ് പോസ്റ്റ്പോൺ ചെയ്ത് റിലീസ് ആകുന്നത്? അയ്യോ, എന്തായാലും അപ്പോൾ അതാണ് കറുപ്പ് മൂവി. അൺഅവോയ്ഡബിൾ റീസൺസ് കാരണം കറൻ്റ്ലി വരെ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ് റിലീസ്. സോ ഗൈസ്, അപ്പോൾ അതാണ് കറുപ്പ് മൂവിയുടെ FDFS ഷോയെ പറ്റി, അല്ലെങ്കിൽ കറുപ്പ് മൂവി എന്ന് പറയുന്ന സൂര്യനായകനാകുന്ന മൂവിയെക്കുറിച്ച് പറയാനുണ്ടായ ഇന്നത്തെ നമ്മുടെ കാര്യം. മൂവി റിവ്യൂ ഒക്കെ പറയാൻ വേണ്ടി റെഡി ആയിട്ടൊക്കെ ഇരുന്നതാണ് ഇന്ന് എണ്ണിച്ചപ്പം അവിടെ വരെ തിയേറ്ററിൽ പോയി വെറുതെ തിരിച്ചു വന്നു എന്നല്ലാതെ. അപ്പം നിങ്ങൾ ആരൊക്കെ ഇതുപോലെ തിയേറ്ററിൽ പോയി തിരിച്ചു വന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ റിലീസ് കാണും, അല്ലെങ്കിൽ നാളെയെങ്കിലും റിലീസ് കാണും എന്ന് പ്രതീക്ഷയിൽ. ബൈ.